ഇതൊന്നുമല്ല ഇതിൻ്റെ ഹൈലൈറ്റ്. വേറൊരു ഐറ്റം കൂടെ എൻ്റെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു സാധനം, മിനി. ഇപ്പോൾ കാണിച്ചു തരാം. അതിനകത്ത് സർപ്രൈസ് ഐറ്റമാണ്. ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു അൺബോക്സിംഗ് ആണ്. ഇതേ, അപ്പോൾ ഇതെന്താണെന്നല്ലേ, ഇന്നും നാളെയൊക്കെ ആയിട്ട് ഈ ദീപാവലി ആണല്ലോ. അപ്പോൾ ദീപാവലിയുടെ ഭാഗമായിട്ട് ഈ കമ്പനികളിൽ നിന്നൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഇവിടെയുള്ള കമ്പനികൾക്ക് അധികമൊന്നും ഇല്ലാന്ന് തോന്നുന്നു, പക്ഷേ വടക്കേന്ത്യൻ കമ്പനികളിലൊക്കെ എന്തായാലും കൊടുക്കും. അവരുടെ മെജോറിറ്റി ഓഫീസുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ എന്തായാലും എംപ്ലോയീസിന് അവർ ഗിഫ്റ്റ് കൊടുക്കും. എല്ലാ കമ്പനികളും ചെയ്യാറില്ല, പക്ഷെ എന്നാലും കുറേ പേരെ കൊടുക്കും. ഇത് അങ്ങനെ കിട്ടിയൊരു സംഭവമാണ്. ഇത് എനിക്ക് കിട്ടിയല്ല, അനിയന് കിട്ടിയതാണ്. കമ്പനി ഏതാണെന്ന് ഞാൻ അവസാനം പറയാം. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സ് ചെയ്താൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ സാധാരണ രീതിയിൽ ഇത് എന്തെങ്കിലുമൊക്കെ ഒരു കുറച്ച് സ്വീറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, ഇതൊക്കെ ആയിരിക്കും അവരുടെ എംപ്ലോയീസിന് വേണ്ടി ഒരു സന്തോഷത്തിന് വേണ്ടി കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെയായിരിക്കും. നമുക്ക് ഇവരുടെ എന്തൊക്കെയാണ് ഇവരുടെ പാക്കേജ് എന്ന് നോക്കാം. തുറക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ആദ്യത്തെ ഐറ്റം ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്, ഡിഡിയർ ആൻഡ് ഫ്രാങ്ക്. കൊള്ളാം. അടുത്ത ഐറ്റം ഈ സൈഡിൽ ഇതെടുക്കാം. ഇതൊരു പാക്കറ്റ് ആൽമണ്ട്സ് ആണ്. ഇനി ഇതൊക്കെ ചുമ്മാ ഫിൽറ്റർ വെച്ചേക്കുന്നുണ്ടോ, ഈ വൈക്കോല് പോലത്തെ ഒരു സംഗതിയാണ്. അതല്ല, ഇതൊരു പാക്കറ്റ് ബിസ്ക്കറ്റാണ്. നമ്മുടെ ഈ പാർലജിയുടെ ഒക്കെ വരുന്ന കൂട്ട സംഭവമാണിത്. വെജ് ക്രാക്കേഴ്സ്. ഇനി ഇതാണ് അവർ ഈ സാധനമൊക്കെ വെക്കാൻ കാര്യം. അപ്പോൾ ഇതൊരു പാക്കറ്റ്, അതായത് ഈ ലൈസൊക്കെ പോലെ സംഗതി, കെറ്റിൽ സ്റ്റുഡിയോ. ഈ ബ്രാൻഡ് ഞാൻ കേട്ടിട്ടില്ലല്ലോ. ലൈമൺ ബേസിൽ ഫ്ലേവർ. അടുത്ത നമ്മുടെ ഭയങ്കര അത്യാവശ്യമുള്ള രണ്ട് സാധനങ്ങളാണ്. ഇത് എടുക്കുക. ഓർഗാനിക് ഇന്ത്യ, ഇവരുടെ ചായപ്പൊടിയാണ്, തുളസി ജിഞ്ചർ ഫ്ലേവർ. ഇത് ചായപ്പൊടിയാണ് കേട്ടോ. ഞാൻ ആദ്യം പാക്കറ്റ് കണ്ടപ്പോൾ വിചാരിച്ചത് ഇത് നമ്മുടെ ടീ ബാഗ് ആയിരിക്കുന്നു, പക്ഷെ അങ്ങനെയല്ല, ഇത് ചായപ്പൊടിയാണ്. അപ്പോൾ ഇത് കൊള്ളാം, നമുക്കിനി ചായ ഇട്ട് തകർക്കാം. അടുത്ത ഐറ്റം കോഫി, കോൾഡ് ബ്രൂ കോഫി. ചായയായി, കോഫിയായി. അറബിക്ക കോഫി, അറേബ്യൻ ആണെന്ന് തോന്നുന്നു. നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം എന്നാ ഐറ്റം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഞാനിത് ആദ്യമേ പൊട്ടിച്ചിട്ടല്ല അൺബോക്സ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതിങ്ങനെ കാപ്പിപ്പൊടി. അപ്പോൾ ഇത് 3 സ്റ്റെപ്പാണ്. 3 സ്റ്റെപ്പേ ഉള്ളൂ. ആദ്യം ഇച്ചിരി വെള്ളം ഒഴിക്കുക, 1/2 ലിറ്റർ. അപ്പോൾ ഇത് ഒരു പാക്കറ്റിന് അങ്ങനത്തെ നമുക്ക് 3 പാക്കറ്റ് ഉണ്ട് മൊത്തത്തിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ 24 മണിക്കൂർ ഇത് ബ്രൂ ചെയ്യണം. വെറുതെ വെള്ളത്തിലൊഴിച്ച് വെച്ചാൽ മതി. അത് കഴിഞ്ഞ് ഒഴിച്ച് കുടിച്ചോളാനാണ് അവർ പറയുന്നത്. അത്രയുള്ള പരിപാടി. ഇത് ഒരു പാക്കറ്റ് 3 കപ്പ് ഉണ്ടാക്കും. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഈ പാക്കറ്റിലുള്ള ഐറ്റംസ്. കാപ്പിപ്പൊടി, ചായപ്പൊടി, ഇത് നമ്മുടെ ബിസ്ക്കറ്റ് ക്രാക്കേഴ്സ്, പിന്നെ ഇത് നമ്മുടെ വേഫർ ഉണ്ട്, ആൽമണ്ടിൻ്റെ ഒരു പാക്കറ്റ്, പിന്നെ ചോക്ലേറ്റ്. ഇതെല്ലാം ഉഷാറായിട്ടുണ്ട്. ഇതൊന്നുമല്ല ഇതിൻ്റെ ഹൈലൈറ്റ്. വേറൊരു ഐറ്റം കൂടെ എൻ്റെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു സാധനം, മിനി. ഇപ്പോൾ കാണിച്ചു തരാം. അതിനകത്ത് സർപ്രൈസ് ഐറ്റമാണ്. മനസ്സിലായില്ല എന്താ സാധനം എന്ന്? എക്കോ ഡോട്ട്, അലക്സയുടെ ചെറുത്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതേ 4499, 4500 രൂപയാണ് ഇതിന് എന്നാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. പക്ഷെ ശരിക്കും ഇതിന് ഇത്രയും വിലയില്ല. 2200 എങ്ങാണ്ടാണ് ആമസോണിൽ കാണിക്കുന്നത്. ലിങ്ക് താഴെ ഇട്ടേക്കാം. ആവശ്യക്കാർ അതിനകത്ത് കയറി ഓർഡർ ചെയ്തോട്ടോ. പിന്നെ ഇത് 3rd ജനറേഷനാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരു ജനറേഷനോടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എന്നൊക്കെ ഉണ്ടെന്ന് പറയാനുള്ള ഇതിൻ്റെ ഉള്ളിൽ. ഇത് നമ്മളൊന്ന് പൊട്ടിച്ചായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ എക്കോ ഡോട്ട്. ഇതുണ്ട്, അതിൻ്റെ മാനുവൽ. ഇനി ചാർജറുണ്ട്. വരുന്നു ചാർജർ. ഓ, എൻ്റെ പിൻ മാത്രം ഇച്ചിരി പരാജയമാണ്. ചിലപ്പം സ്ഥിരമായിട്ട് ഇത് കുത്തി വയ്ക്കണം എന്നാലും ഇത് വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ടായിരിക്കും. ഇത് മാറ്റി വല്ല ടൈപ്പ് സി ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ ഫോൺ ചാർജർ തന്നെ അങ്ങ് ഉപയോഗിക്കാമായിരുന്നു. ഒരു സ്പെസിഫിക് ചാർജർ ഇതിൻ്റെ ഒപ്പം കൊണ്ടു നടക്കേണ്ട ഒരു പോർട്ടബിലിറ്റി ഇച്ചോടെ നന്നായേനെ. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്യുന്നില്ല, ഇത് ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സെറ്റിംഗ് അപ്പൊക്കെ ആയിട്ട് വേറൊരു വീഡിയോയിൽ വരാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആവശ്യമുള്ളവർക്ക് പോയി മേടിക്കാവുന്നതാണ്. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഈ കമ്പനി ഇത് ആമസോൺ ആണ്, അനിയൻ്റെ കമ്പനി. അവരിങ്ങനെ കൊടുത്തു. എല്ലാ കമ്പനികളും ഇങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിരിക്കും. ഇപ്പം നമുക്ക് ഇവിടേക്കാണെങ്കിലും ഓണത്തിനൊക്കെ ചെറിയൊരു ഗിഫ്റ്റ് തരാവുന്നല്ലേ ഉള്ളൂ. വലിയ ചിലവുള്ളതൊന്നും വേണമെന്നില്ല. ചെറുതാണെങ്കിലും കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ. അങ്ങനെ. അപ്പോൾ നമ്മുടെ ദീപാവലി അൺബോക്സിങ് കഴിഞ്ഞു.
അപ്പോൾ നമുക്ക് ആമസോണിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടി. അത് നമ്മൾ അൺബോക്സ് ചെയ്തു. ആദ്യമേ കുറച്ച് സ്നാക്സ് ആൻഡ് സ്റ്റഫ് എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമുക്കൊരു എക്കോ ഡോട്ട് കിട്ടി, അതുമായി. അപ്പോൾ നമ്മളെല്ലാം അൺബോക്സ് ചെയ്തു. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേരെ. അപ്പോൾ ശരി, ബൈ. നമസ്കാരം. ഒന്നോടെ